ഇപ്പോൾ കണ്ണൂരിൽ നിന്നും കേരളത്തിലെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, എങ്ങനെയാണ് അവിടുത്തെ ഒരു അവസാന ലാപ്പിലെ പ്രചാരണം, കലാശക്കൊട്ടിന്റെ വിവരങ്ങൾ? അപർണ, ഒരു മാസം നീണ്ടുനിന്ന വീറും വാശിയുമാർന്ന പ്രചാരണത്തിനൊടുവിൽ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി ചെറിയ ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ആരവം, അതിൻ്റെ ഒരു വലിയൊരു ആവേശം കണ്ണൂരിൽ നിന്ന് നമുക്ക് പ്രകടമാക്കാൻ കഴിയും. ഇപ്പോൾ ഞാനുള്ളത് PK ശ്രീമതിയുടെ കൊട്ടിക്കലാശത്തിൻ്റെ ഒപ്പമാണ്. മന്ത്രിമാരായ കടന്നപ്പള്ളിയും VP ജയരാജനും അടക്കമുള്ള വലിയൊരു നേതാക്കളുടെ നിര തന്നെ ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം മന്ത്രി EP ജയരാജനോട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. മിനിറ്റുകൾ മാത്രമാണ് പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി ബാക്കിയുള്ളത്. എന്ത് തോന്നുന്നു? കണ്ണൂരിലെ പോകാം, നമുക്ക് MP ജയരാജനിലേക്ക് പോകാം. അതിനു മുമ്പ് മിനിസ്റ്റർ എന്താണ് പറയാനുള്ളത്? കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ജനങ്ങളാകെ തന്നെ ശ്രീമതി ടീച്ചറെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷ മുന്നണി വൻ വിജയം നേടും. കണ്ണൂരിൽ മാത്രമല്ല, കേരളത്തിലൊരു തരംഗമാണ്. കണ്ണൂരിൽ ഒരു വലിയ ശക്തമായ പോരാട്ടം നടക്കുന്നു. അതിന് പുതിയതായി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയ MV ജയരാജനാണ് അതിന് നേതൃത്വം നൽകുന്നത്. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് PK ശ്രീമതി? കണ്ണൂർ ജില്ല ഉൾക്കൊള്ളുന്നത് 3 പാർലമെന്റ് മണ്ഡലങ്ങളിലാണ്. കണ്ണൂർ, കാസർഗോഡ്, വടകര. ഈ 3 പാർലമെന്റ് മണ്ഡലങ്ങളിലും LDF വിജയിക്കും. കഴിഞ്ഞ വർഷത്തേക്കാൾ വോട്ടും കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്കുണ്ടാവും. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ശ്രീമതി ടീച്ചർ കഴിഞ്ഞ 5 വർഷം MP ആയിരുന്നു. തിളക്കമാർന്ന വിജയം ഇത്തവണയും നേടിയെടുക്കാൻ കഴിയുക തന്നെ ചെയ്യും. LDFിൻ്റെ മുന്നേറ്റമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. തീർച്ചയായും പറഞ്ഞ മന്ത്രി EP ജയരാജനും അതുപോലെ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി MV ജയരാജനും വലിയ തോതിലുള്ള ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ തവണ സിറ്റിംഗ് സീറ്റ്, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് വളരെ ചെറിയ വോട്ടുകൾക്ക് 6566 വോട്ടുകൾക്കാണ് സിറ്റിംഗ് സീറ്റ് PK ശ്രീമതി പിടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത PK ശ്രീമതിയെ തന്നെ ഈ 2ാം വട്ടവും ഒരിക്കൽ കൂടി കണ്ണൂരിലേക്ക് LDF പോരാട്ടത്തിനായി ഇറക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ണൂരിലെ ഒരു K സുധാകരൻ സ്ഥാനാർത്ഥിയായി എത്തുന്നതോടുകൂടിയാണ് മത്സരം വലിയ തോതിൽ ഒരു കടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് അതിൻ്റെ ഒരു മത്സരം കടുക്കുന്നത് K സുധാകരൻ്റെ കൂടി സ്ഥാനാർത്ഥിത്വത്തോടു കൂടിയാണ്. അങ്ങനെ ആദ്യഘട്ടത്തിൽ കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം വികസനം തന്നെയായിരുന്നു. വികസന വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ചർച്ചകളായിരുന്നു കണ്ണൂരിൽ ആദ്യഘട്ടത്തിൽ നടന്നത്. പക്ഷേ പിന്നീട് അത് വിവാദങ്ങൾക്ക് വഴിമാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പലതരത്തിലുള്ള വിവാദങ്ങളുണ്ടായി. K സുധാകരനെതിരെ CPM വലിയ തോതിലുള്ള ആരോപണം ഉന്നയിച്ചു. അതായത് K സുധാകരൻ BJPയിലേക്ക് പോകും എന്നൊരു ആരോപണം ഉന്നയിക്കുന്നു. ആ ആരോപണത്തെ പ്രതിരോധിക്കാനായി K സുധാകരൻ ഇറക്കിയ വീഡിയോയും വിവാദമായ ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ആ വീഡിയോയ്ക്ക് തൊട്ട് പിന്നാലെ തന്നെ വീണ്ടും ഒരു വീഡിയോ വരുന്നു. ആ വീഡിയോ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചില പ്രചാരണങ്ങൾ ഉണ്ടാവുന്നു. വനിതാ കമ്മീഷൻ കേസെടുക്കുന്നു. ഒപ്പം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഇടപെടുന്നു. കളക്ടർ ഇന്ന് രാവിലെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് K സുധാകരന് നോട്ടീസ് അയക്കുന്ന ഒരവസ്ഥയുണ്ടായി. ശ്രീമതി ടീച്ചറിലേക്ക് തന്നെ നമുക്ക് ഒന്നുകൂടി പോകാൻ തോന്നുന്നു. ടീച്ചർ, മിനിറ്റുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് പരസ്യ പ്രചാരണം അവസാനിക്കാൻ. എന്ത് തോന്നുന്നു? എന്നിട്ട് എന്താ ഒരു ആത്മവിശ്വാസം? ഉജ്ജ്വലമായ വിജയം LDFിന് ഉണ്ടാവും എന്നുള്ളതിന് ആർക്കും തർക്കമില്ല. UDFിനും ഒരു തർക്കവും ഉണ്ടാവില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഉണ്ടാവുമോ? ഉണ്ടാവും. തീർച്ചയായും അത്തരത്തിൽ വലിയ തോതിലുള്ളൊരു ആത്മവിശ്വാസം PK ശ്രീമതി ഉന്നയിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇന്ന് K സുധാകരനെതിരെ കളക്ടർ സുധാകരന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി. അത്തരത്തിൽ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് അവസാന ഘട്ടമാകുമ്പോഴേക്കും കണ്ണൂരിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ K സുധാകരനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ UDFിനെ സംബന്ധിച്ചും അനുകൂലമായ ചില ഘടകങ്ങൾ ഈ അവസരത്തിലുണ്ട്. അക്കാര്യങ്ങളും നമുക്ക് ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കണം. കാരണം കഴിഞ്ഞ തവണ PK ശ്രീമതിയെ സഹായിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സമുദായ വോട്ടുകളായിരുന്നു. വലിയ തോതിൽ UDFിന്, പരമ്പരാഗതമായി UDFിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ്. ആ വോട്ടുകൾ കഴിഞ്ഞ തവണ PK ശ്രീമതിക്ക് ലഭിക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. പക്ഷേ ഇത്തവണ അവരുടെ നിലപാട് മാറ്റിയിട്ടുണ്ട്. ഇത്തവണ അവർ UDFിന് പിന്തുണയ്ക്കും എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഒപ്പം കണ്ണൂർ കോർപ്പറേഷൻ പോലും കോൺഗ്രസിനെ UDF-ന് നഷ്ടപ്പെടുത്തിയ കോൺഗ്രസ് വിമതൻ PK രാഗേഷ് സുധാകരനുമായി തെറ്റിപ്പിരിക്കുകയും അതിനുശേഷം സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും ആ രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ മത്സരിച്ച് കണ്ണൂർ കോർപ്പറേഷനിൽ LDF-നൊപ്പം നിന്ന് ഭരണം LDF-ന് എത്തിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. എന്തായാലും ഈ 4 വർഷം പിന്നിടുമ്പോഴാണ് PK രാഗേഷ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട് K സുധാകരന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ UDF ക്യാമ്പുകളിലും LDF ക്യാമ്പുകളിലും ആത്മവിശ്വാസത്തിന് വക നൽകുന്ന നിരവധിയായ കാര്യങ്ങളുണ്ട്. പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ 2 ക്യാമ്പുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ആവേശം എന്തായാലും നമുക്ക് ഈ ഇടത് വലത് മുന്നണികളുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കൊട്ടിക്കലാശത്തിൻ്റെ ആ മണിക്കൂറുകളിലേക്ക് ആ കാഴ്ചകളിലേക്ക് നമ്മൾ എത്തുമ്പോൾ പോലും വലിയ തോതിലുള്ള ആവേശമാണ്. അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കിലോമീറ്ററുകളോളം ദൂരത്തിൽ തന്നെ പാർട്ടി പ്രവർത്തകർ അണിനിരന്നിലുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ തോതിലുള്ള ഒരു ആവേശമാണ് ഇരു ക്യാമ്പുകളിലും, LDF ക്യാമ്പിലായാലും UDF ക്യാമ്പിലായാലും വലിയ തോതിലുള്ള ആവേശം ഉണ്ടാകുന്നുണ്ട്. കണ്ണൂരിനെ സംബന്ധിച്ച് രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒരു കാലത്ത് പതിവായിരുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും കണ്ണൂരിൽ ഇതിൻ്റെ ഭാഗമായി കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് കണ്ണൂർ പഴയ സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് LDF UDF പ്രവർത്തകർ തമ്മിൽ പരസ്പരം പോർ വിളിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷേ നേതാക്കളും പോലീസും ഇടപെട്ടുകൊണ്ട് രണ്ട് കൂട്ടരെയും പിരിച്ചുവിട്ടു. അതിനെ തുടർന്ന് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. പക്ഷേ രണ്ട് കൂട്ടരും ഒരു പരസ്പരം മുഖാമുഖം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വലിയ കാര്യമായ ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും സംഘർഷങ്ങളൊന്നും ഉണ്ടായില്ല. 3 രാഷ്ട്രീയ പാർട്ടികൾക്കും 3 സ്ഥലങ്ങളാണ് കണ്ണൂരിൽ പതിച്ചു നൽകിയിട്ടുള്ളത്. LDF-ന് പ്ലാസ ജംഗ്ഷനിൽ നിന്ന് ഇവിടെ നമ്മളിപ്പോൾ ഉള്ളത് കാൽടെക്സിലാണ്. കാൽടെക്സിൽ തൊട്ടപ്പുറത്ത് KSRTC ജംഗ്ഷൻ വരെയാണ് LDF-ന് കൊട്ടിക്കലാശത്തിനായി പോലീസ് അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ UDF കണ്ണൂർ സിറ്റി മുതൽ പ്രഭാത് ജംഗ്ഷൻ വരെയാണ് UDF-ന് അനുവദിച്ച് നൽകിയിട്ടുള്ളത്. അവിടെ UDF-ന്റെയും കൊട്ടിക്കലാശം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രചാരണ തിരക്കിലാണ് LDF-ന്റെ സ്ഥാനാർത്ഥി PK ശ്രീമതിയും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥി K സുധാകരനും. ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന സ്ഥലമാണ്. പോയ തെരഞ്ഞെടുപ്പിലും 2014 തെരഞ്ഞെടുപ്പിലും ഇവർ തന്നെയായിരുന്നു ഈ മണ്ഡലത്തിൽ ഏറ്റുമുട്ടിയത്. നേരിയ ഭൂരിപക്ഷത്തിലാണ് PK ശ്രീമതി അന്ന് ജയിച്ചത്. അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് LDF-ന്റെ മുന്നിൽ ഇത്തവണത്തെ ലക്ഷ്യം. അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനം ഇരു മുന്നണികളും ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. സുനിൽ ഐസക്കാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.